അപ്പൊ നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാം. എന്തോന്ന് ആരംഭിക്കാൻ? അനിൽകുമാർ, എന്താ ചേച്ചി? കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും അപകടകാരിയായ ഒരു കുറ്റവാളി, കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ അങ്ങേയറ്റം സുരക്ഷിതമെന്ന് വിശ്വസിക്കുന്ന ഒരു ജയിലിൽ നിന്ന് വളരെ നാളായി ആസൂത്രണം ചെയ്ത് പുറത്തു ചാടി 3-4 കിലോമീറ്റർ ദൂരം മറ്റൊരു സ്ഥലം വരെ എത്തുന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്ത് വേണമെങ്കിലും സംഭവിക്കാമായിരുന്നു. നേരത്തെ ഡോക്ടർ ബി സന്ധ്യയോട് സൂചിപ്പിച്ചതുപോലെ ഒറ്റ ദിവസം ഇയാൾ പുറത്തിറങ്ങി നടന്നാൽ പോലും കുറ്റകൃത്യം നടന്നേക്കാം. അത് മിക്കവാറും ഏതെങ്കിലും സ്ത്രീയുടെ ജീവനും കൊണ്ട് പോയേനെ. നമ്മൾ ചിലപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ കാണുന്നുണ്ട്, ഒരു കേസിലെ പ്രതിയെ പിടിച്ചാൽ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലുക. അയാൾ ചെയ്തിട്ടുള്ള ആളാണോ അയാൾ തന്നെയാണോ യഥാർത്ഥ പ്രതിയെ നമുക്കറിയില്ല. പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴോ തിരിച്ചു കൊണ്ടുപോകുമ്പോഴോ പോലീസുകാർ വെടിവെച്ച് കൊല്ലുക. വെടിവെച്ച് കൊന്നിട്ട് അത് ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന് പറയുക. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? സമീപകാലത്ത് നമ്മൾ കണ്ടു, പ്രതിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ അവരുടെ വീടെല്ലാം ഇടിച്ചു പൊളിക്കുക. അത്രയൊരു സിസ്റ്റം ഇന്ത്യയിലുണ്ട്. നമ്മൾ കേസ് സിസ്റ്റം എന്നൊരു സംവിധാനം നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ സാധിക്കുന്നില്ല. കാരണം സുപ്രീം കോടതിയാണല്ലോ അന്തിമമായി ഇത്തരം കാര്യങ്ങൾ തീരുമാനം. ആ കൊടും കുറ്റകൃത്യം ചെയ്തയാളാണ് എന്നുള്ളതിൽ കേരളം ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനും സംശയമുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഈ തരത്തിലുള്ള കൊടും കുറ്റവാളികളെ സമൂഹത്തിന് ഭീഷണിയാവാതെ അവരെ ശരിയായ രീതിയിൽ പാർപ്പിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. അതായത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ്. അത് ചെയ്തോളാം എന്ന് പറഞ്ഞാണ് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ജനങ്ങളുടെ സുരക്ഷ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. നാട് നന്നാക്കേണ്ടത്, റോഡ് നന്നാക്കേണ്ടത് ഇവിടെ ഭരിക്കുന്നവരും പോലീസുകാരുമാ. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ലെങ്കിൽ അതിന് സമാധാനം സർക്കാർ പറയണ്ടേ? ശ്രീ അനിൽകുമാർ, അത് മനസ്സിലാക്കേണ്ടത്, അവിടെ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ ജോലി എടുക്കേണ്ടവർ ജോലി എടുത്തില്ല. ജോലി എടുക്കാതെ വരുമ്പോൾ നടപടി എടുക്കാൻ അവസ്ഥയുള്ളത് ഇല്ല. പിന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ PSC വഴി തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടാൽ ജോലി എടുക്കുമോ ഉള്ളതല്ലേ? അത് ഏത് തലത്തിലുമുണ്ട്. ഇപ്പം തന്നെ ഈ ജയിൽ ചാട്ടത്തിന് വീഴ്ച കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പ്രത്യക്ഷമായ വീഴ്ച കൊണ്ട് തന്നെ അതിന് സഹായകരമായി പ്രവർത്തിച്ച 3 പേരെ ഇപ്പം തന്നെ സർക്കാർ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് ഒമിഷനാണ്, ആക്ടല്ല, ഒമിഷനാണ്. ഈ ഒമിഷൻ കൂടാതെ ഈ ചൈൽഡ് ചാട്ടത്തിന് പ്രചോദകമായിട്ടോ സഹായകരമായിട്ടോ ആരെങ്കിലും പ്രവർത്തിച്ചോ? ഉദാഹരണമായിട്ട് ആക്സോ ബ്ലേഡ് കിട്ടി. ജയിലിൽ തന്നെയുള്ള ബ്ലേഡാണ് ഇയാൾ ഉപയോഗിച്ചത്. അപ്പോൾ ആ ബ്ലേഡ് എവിടുന്ന് ലഭിച്ചു? എന്താണ് ആ വീഴ്ചയ്ക്ക് കാരണം? എങ്ങനെയാണ് അതിൻ്റെ അവിടെ വിപ്പ വരാനിടയായത്? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. അത്ര ഒരു സാഹചര്യത്തിൽ ആരുടെ ഭാഗത്താണ് അത് വീഴ്ച? അത് പരിശോധിക്കേണ്ടതല്ലേ? ആ ജയിലിനുള്ളിൽ പൊതുസമൂഹത്തിൽ ഇനി ഒരു ശല്യം ഉണ്ടാകാതെ സൂക്ഷിക്കണം എന്ന നിർദ്ദേശത്തോടുകൂടി സർക്കാരിന്റെ കൈകളിൽ ഏൽപ്പിച്ചതാണല്ലേ. അപ്പൊ ഈ താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥർ ഉറങ്ങുകയോ ബ്ലേഡ് എടുത്തത് അറിയാതിരിക്കുകയോ തുണി കെട്ടിയത് അറിയാതിരിക്കുകയോ CCTV കണ്ണടയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ താഴെത്തട്ടിൽ മാത്രമാണ് ഉത്തരവാദിത്വമെങ്കിൽ മേളിലോട്ടുള്ളവരുടെ ജോലി എന്താണ്? ഇതിനകത്ത് എന്ത് നടന്നാലും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ താഴെത്തട്ടിലുള്ളവർ ഉറങ്ങുകയും CCTV ഉറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് ബഹുമാനപ്പെട്ട സന്ധ്യ മാഡത്തിന് ഉത്തരം പറയാൻ കഴിയുന്ന ചോദ്യമാണ്. കാരണം ബഹുമാനപ്പെട്ട സന്ധ്യ മാഡം ഇവിടെ വളരെ സ്തുത്യർഹമായി ജോലി ചെയ്തൊരു ഉദ്യോഗസ്ഥയാണ്. അനുഭവം കൊണ്ട് പറയട്ടെ, അല്ല 10 കൊല്ലമായി പിന്നെ എന്തിനാ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്? ഉദ്യോഗസ്ഥരുടെ മുകളിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് ഈ കാര്യത്തിലൊക്കെ ഉത്തരവാദിത്വമുണ്ടോ ഇല്ലയോ? ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ ധാരണയോ മുകൾ തട്ടിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടോ? ദൈവമേ, വടിയായ അളിയ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ബഹുമാനപ്പെട്ട സന്ധ്യ മാഡം പറഞ്ഞ ആ വാക്കുകളെ വിലമതിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുന്ന കാര്യം എന്താണ്? ഒരു 7 കൊല്ലക്കാലം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ എണ്ണപ്പെട്ട ഉദ്യോഗസ്ഥയായി ബഹുമാനപ്പെട്ട സന്ധ്യ മാഡം പ്രവർത്തിച്ചു. രാഷ്ട്രീയ നേതൃത്വത്തിലെ ആരെങ്കിലും ഒരാൾ ഈ 7 കൊല്ലത്തിനിടയ്ക്ക് ഈ നിയമ സംവിധാനത്തിന് ദുർബലപ്പെടുന്ന വിധം എന്തെങ്കിലും ഇടപെടൽ നടത്തിയൊരു അനുഭവം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇപ്പോൾ റിട്ടയർ ചെയ്തായിട്ടുള്ള മാന്യയായ ഉദ്യോഗസ്ഥയാണ്, നമുക്കെല്ലാം അറിയുന്ന, നമ്മൾ നെഞ്ചേറ്റിയ ഒരു ഉദ്യോഗസ്ഥയാണ്. ഞാൻ ചോദിക്കുന്നത് ശ്രീമതി സന്ധ്യ മറുപടി പറയണം എന്നുള്ള ചോദ്യമേ അല്ല.
ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഞാൻ നിങ്ങൾ താങ്കളോട് ചോദിച്ചോളൂ. ഭരിക്കുന്ന കക്ഷിയുടെ പ്രതിനിധി എന്ന നിലയിൽ ചോദിക്കുകയാണ്. നിങ്ങളുടെ അതെ, രാഷ്ട്രീയ പാർട്ടിയാണ്, പറയേണ്ടത്. നിങ്ങളുടെ പാർട്ടിയുടെ അതാണ്. നേതാവാണ് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കക്ഷിയുടെ കൈകാര്യം ചെയ്യുന്ന ഈ സംവിധാനങ്ങളുടെ എല്ലാം ഭരിക്കുന്ന മേലധികാരി കണ്ടില്ലേ, നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞ ഇങ്ങനെ എന്തെങ്കിലും ഉടായ്പം പറഞ്ഞ അവൻ ഒഴിഞ്ഞു മാറും. അക്കൗണ്ടബിലിറ്റി എന്നൊന്ന് ഉണ്ടോ ഇത്രയും ഗുരുതരമായ സംഭവത്തിൽ എന്നുള്ളതാണ്. അക്കൗണ്ടബിലിറ്റി എന്നുള്ളതിൽ CPM വിശ്വസിക്കുന്നുണ്ടോ? ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം പ്രാഥമികമായി നിറവേറ്റേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിലേക്ക് സന്ധ്യ മാഡത്തിനെ വലിച്ചെടുക്കേണ്ട കാര്യമില്ല. ഒത്തില്ല ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക. ഒന്ന്, സന്ധ്യാമാടം വലിച്ചിഴക്കപ്പെടുകയല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു ആഭ്യന്തരകാര്യമന്ത്രി, ആ ആഭ്യന്തരകാര്യമന്ത്രി ഇവിടെ ഈ ചുമതല ഇരിക്കുമ്പോൾ ഏതെല്ലാം മേഖലകളിൽ ശക്തിപ്പെട്ടു എന്ന് പറയാൻ എനിക്ക് ധാരാളം കാര്യങ്ങളോട് പറയാനുണ്ട്. ഞാനത് അതല്ല പറയാൻ നിൽക്കുന്നത്. ഇയാൾക്ക് എന്താണ് വയ്യേ? നമ്മുടെ രാജ്യത്ത് കേരളം പോലെ കേരളത്തെക്കാൾ മികച്ച ഒരു ആഭ്യന്തരകാര്യ സംവിധാനം ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ല എന്ന് ഈ വകുപ്പിൽ ചുമതല വഹിച്ച് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥ പങ്കെടുക്കുന്ന ചർച്ചയിൽ ഞാൻ ആധികാരികമായി പറയുന്നു. അതിനൊന്നും ഇല്ലേ? രണ്ടാമതായി ഞാൻ പറയുന്നത്, ആ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ബഹുമാനപ്പെട്ട സന്ധ്യാമാടം അടക്കമുള്ള IPS ഉദ്യോഗസ്ഥന്മാർക്ക് നിയമവാഴ്ച ഉറപ്പുവരുത്താൻ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അതിലൊരു തരത്തിലുമുള്ള ഇടപെടൽ നടത്തിയ ഒരു അനുഭവം കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉദ്യോഗസ്ഥർക്കും സാധിക്കില്ല. നീ എന്താ പറയുന്നത്? അതിന് നമ്മുടെ കൺമുമ്പിൽ ആശ്രയിക്കാവുന്ന ഏറ്റവും മികച്ച അനുഭവസ്ഥയായ കേരളം ഏറ്റവും ഏറെ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട IPS ഉദ്യോഗസ്ഥർ നമ്മുടെ മുന്നിലുണ്ട്. അവരുടെ ജീവിത സാക്ഷ്യം മതി. എന്തായിരുന്നു പിണറായി വിജയൻ ഗവൺമെന്റ് കാലത്ത് ഇവർക്ക് കൊടുത്ത പിന്തുണ? അവരുടെ ജീവിത സാക്ഷ്യം, ആർജവം നിറഞ്ഞ അവരുടെ പിന്തുണയിൽ സേവനം ഈ ഉദ്യോഗസ്ഥന്മാർ എന്റെ മതിയായ ചോദ്യം പ്രവർത്തനം. ഉദ്യോഗസ്ഥരുടെ നിലപാടുകളെ കുറിച്ചല്ല, രാഷ്ട്രീയ നേതൃത്വത്തിന് ഇത്തരം ഗുരുതരമായ വീഴ്ചകളിൽ ഉത്തരവാദിത്വം ഉണ്ടോ എന്നത് തന്നെയാണ് ജനത ഇവനെന്താടാ ചോദിച്ചതിന് ഉത്തരം പറയാതെ വേറെന്തൊക്കെയോ പറയുന്നത്? ആവർത്തിച്ച് ചോദിക്കുകയാണ്. അതിലേക്ക് ഉദ്യോഗസ്ഥരെ വലിച്ചേക്കേണ്ട ആവശ്യമേ ഇല്ല. ആ IPS ഉദ്യോഗസ്ഥരിൽ ബഹുമാനപ്പെട്ട സന്ധ്യാമാടത്തെ പോലെ ആർജവമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഇടമാണ് കേരളം. അത് ഉറപ്പാക്കി പിണറായി സർക്കാർ എന്ന അഭിമാനം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. അതാണ് ഞങ്ങളുടെ പോയിന്റ്, അതാണ് ഞങ്ങളുടെ നേട്ടം. അതെ, ഈ ആർജവമുള്ള ഉദ്യോഗസ്ഥരുടെ മിടുക്കുകൊണ്ടായിരിക്കും ഇത്രയും വലിയ കൂറ്റൻ മതിൽ ചാടി കൊടും കുറ്റവാളി നഗരഹൃദയത്തിലൂടെ ഓടിയത്. CPM നേതാവ് P. ജയരാജൻ അടക്കമുള്ളവർ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളാണ്. CPM-വുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾക്ക് അമിത പരിഗണന ലഭിക്കുന്നതോടെ എന്ന ആരോപണം നേരത്തെ ചാമക്കാല ഉന്നയിച്ചു. അതിന് മറുപടി പറയാം. ആ തരത്തിൽ പ്രത്യേക പരിഗണന കുറെ പേർക്ക് കിട്ടുമ്പോൾ അത് മറ്റ് കൊടും കുറ്റവാളികൾക്ക് കൂടി വളമാകുന്നുവെന്നാണ് ആക്ഷേപം. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അല്ല, ഈ ജയിൽ ഉപദേശക സമിതി എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാകാതെ കുറെ ആളുകൾ ഇത്തരം ഒരു വിഷയം കിട്ടിയാൽ കിട്ടിപ്പോയി. എവിടെങ്കിലും ഒരു കെട്ടിടം ഇടിഞ്ഞു വീണൊരു ദാരുണമായ സംഭവം ഉണ്ടായാൽ അത് കലക്കിയിരിക്കുന്നു. എന്ത് തേങ്ങയാടി പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചന്ദ്ര ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.